ഇങ്ങനത്തേക്ക് വെച്ചു കൊടുക്കാം. അപ്പളേ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കുളം പറ്റിച്ചപ്പോഴേ നമ്മൾ ഒരു മീനെ പിടിച്ചിട്ട് മീനെ പൊള്ളിക്കുന്ന ഒരു വീഡിയോ ചെയ്യാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ അനിയത്തിൻ്റെ ഒരു കുഞ്ഞു വാവയൊക്കെ ഉണ്ടായി. നമ്മൾ അനിയത്തിനെ കാണാൻ ഒന്ന് എറണാകുളം വരെ പോയി. അപ്പം നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയില്ലായിരുന്നു കേട്ടോ. എന്തായാലും നമ്മുടെ ഈ മീൻകുളത്തിലെ നമ്മൾ ഫിലോപ്പി ആയിരുന്നു നമുക്ക് അധികം ഉണ്ടായിരുന്നത്. നമുക്ക് എന്തായാലും മാർക്കറ്റിൽ പോയിട്ട് നമ്മുടെ ബീച്ചനല്ലി ഡാമിൽ നിന്ന്, നമ്മുടെ വീടിനടുത്ത വലിയ ദൂരമൊന്നുമില്ല, ബീച്ചനല്ലി ഡാമിൽ നിന്ന് കൊണ്ടുവന്ന ഫിലോപ്പീനെ വെച്ചിട്ട് നമ്മളൊരു മീനെ പൊള്ളിക്കുന്ന ഒരു വീഡിയോ ആട്ടോ നമ്മൾ കാണിക്കുന്നത്. എന്തായാലും അതൊന്ന് കണ്ടു നോക്കണം. അപ്പോൾ എന്തായാലും നമ്മുടെ മീൻകുളത്തിന്റെ പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഒരു പുതിയ ടാർപ്പയൊക്കെ വാങ്ങിയിട്ട് നമ്മുടെ മീൻകുളത്തിൽ വിരിച്ച് വെള്ളം നിറച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഒരു 6 മീറ്റർ വീതിയും 6 മീറ്റർ നീളമുള്ള ഒരു ടാർപ്പ വാങ്ങിയിട്ട് നമ്മൾ മീൻകുളത്തിൽ വെള്ളം നിറയ്ക്കാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് കേട്ടോ. കാപ്പിയൊക്കെ നനയ്ക്കാനായിട്ട് നമ്മൾ ഒരു മോട്ടറും കൂടി നമ്മൾ ആ കുളത്തിൻ്റെ ഉള്ളിൽ ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്തായാലും ആ വീഡിയോയും കൂടി, ചെറിയ വീഡിയോയും കൂടി എന്തായാലും ഒന്ന് കണ്ടു നോക്ക് കേട്ടോ. നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഉള്ളൊരു ചെറിയ വീഡിയോയും കൂടി ഒന്ന് കണ്ടു നോക്ക്. നിങ്ങൾ കുറച്ച് മുളകൊക്കെ പറിച്ച് സെറ്റപ്പ് ആക്കിയിട്ട് പോയി കേട്ടോ. അപ്പം നമ്മുടെ മാമൻ കുറച്ച് മുളക് പറിക്കാനായിട്ട് അച്ഛനും മാമനും കൂടിയൊക്കെ നമ്മുടെ വീട്ടിലത്തെ കുറച്ച് കാപ്പിയും മുളകൊക്കെ കുറച്ച് ദിവസമായിട്ട് നമുക്ക് പറിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മാമനാത് ആ വണ്ടി എറിയും വെള്ളത്തിലെറിയല്ലേ. എറിയണ്ട എറിയണ്ട. ഒരു ടാറ്റ കൊടുത്തേ, ഒരു ഉമ്മ പറ. ആ അപ്പളേ നമ്മുടെ ഈ മീൻകുളത്തിൽ നമുക്ക് കുറച്ച് മീനൊക്കെ കൊണ്ടുവന്നിട്ട് കുറച്ച് മീൻ കുഞ്ഞുങ്ങളൊക്കെ ഇടണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ചെറിയ വീഡിയോ വിശേഷങ്ങളൊക്കെ നമ്മൾ വേറെ വീഡിയോ കാണിച്ചു തരാം കേട്ടോ. എന്തായാലും നമുക്ക് പുറത്ത് ഒരു അടുപ്പുണ്ടാക്കിയിട്ട് നമുക്ക് മീൻ പൊള്ളിക്കാനായിട്ട് പുറത്ത് നമുക്കൊരു അടുപ്പ് സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് 2-3 കല്ലും അതിൻ്റെ സെറ്റപ്പൊക്കെ നമുക്ക് എടുത്തിട്ട് വരാം. ഏതാ കുറച്ച് വലുത് കൊടുത്തു. അപ്പോഴേ നമുക്കെന്തായാലും മീൻ നമുക്ക് ഈ ഉരുളിക്കകത്ത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അടുപ്പും വിറകൊക്കെ നമ്മൾ സെറ്റാക്കി ഉണ്ട് കേട്ടോ. കൂടി ഒരലയും കൂടി എടുത്താട്ടോ അച്ചയ്ക്ക് തീ കത്തിക്കാനാ. താട്ടാ, താങ്ക് യു. അച്ചയ്ക്ക് റൂമ കേട്ടോ, അച്ചയ്ക്ക് റൂമ. ആ മറ്റേ റൂമ കേട്ടോ. ഒന്നുകൂടി താ ശരി. എന്തായാലും മീൻ നമ്മളെ കഴുകി വെട്ടി നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിതിനെ കുറച്ച് മുളകും മസാലയൊക്കെ ഇട്ടിട്ട് ഒന്ന് പുരട്ടിയെടുക്കാം. അപ്പം നമ്മുടെ മീനിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, കുറച്ച് 1 സ്പൂണ് മുളക് പൊടിയും ബാക്കി കാശ്മീരി മുളക് പൊടി കേട്ടോ നമ്മൾ ഇട്ടേക്കുന്നത്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, കുറച്ച് മല്ലിപ്പൊടിയും പിന്നെ കുരുമുളക് പൊടിയും ഇതെല്ലാം ഇട്ടിട്ട് നമുക്ക് മീൻ നന്നായിട്ട് പുരട്ടിയിട്ട് എടുക്കാം. നമ്മുടെ മീനിൽ നല്ലപോലെ ഈ മസാലയൊക്കെ നല്ലപോലെ തേച്ച് പിടിപ്പിക്കാം കേട്ടോ.
സ്വയംഭൻ. ഇത് മീൻ പൊള്ളിക്കാൻ കുറച്ചേല് അച്ഛനും മാമനും പിടിക്കും. അല്ല അത് മീൻ പൊള്ളിക്കാൻ എണ്ണ ഒഴിക്കട്ടെ. നമുക്കേ ഈ എണ്ണ എന്തായാലും ഈ ചട്ടിയിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. മതിയില്ലേ? നല്ല ചൂടായി. വേഗം മീനിട്ടു, അല്ലാതെ കാവ്യായി പോ. നമ്മുടെ മീനിനെ നേരത്തേക്ക് വെച്ചു കൊടുക്കാം. ചട്ടി ചൂടാ, ചട്ടി ചൂടായോ? എടുത്ത് പുറത്തെടുക്കരുത്. ഇല്ല ചായ തവി എടുത്തില്ല, തവി എടുത്ത് പുറത്തോട്ട് വെക്ക്. തീ അല്ല അത് ഇങ്ങനെ കരിയും തീ ശരിയായി. ഞാൻ മറ്റേ എണ്ണ ഒഴിക്കാം, എണ്ണ ഒഴിച്ചു കൊടുക്കും. മതിയോ? മറ്റേ ഇത് ഇളക്കാനുള്ള ഇത് വേഗം തിരിക്ക്, വേഗം തിരിക്ക്. കരിയാ, കരി കരി. മറിച്ച് മറിച്ച് കരിഞ്ഞിരിക്കുവല്ല. വെട്ടമില്ല, വെളിച്ചമില്ല. കാണിക്കാം. അത് മതി. തീ കുറച്ച്. നമ്മള് ചട്ടി വെച്ചിട്ടേ തീ നേരത്തെ പിടിപ്പിച്ചായിരുന്നു. അപ്പോൾ ചട്ടി നല്ലോണം ചൂടായതുകൊണ്ടേ മീനം കിട്ടപ്പോൾ എല്ലാം കൂടി ഒരു പുകമായി ആയിപ്പോയി കേട്ടോ. എന്തായാലും കുഴപ്പമില്ല, നമുക്ക് സെറ്റാക്കി എടുക്കാം. പ്ലേറ്റിലേക്ക് എടുക്കാം. നല്ല കറുമ്പൻ. കുറവല്ല ഒന്ന് കരിഞ്ഞ്. കുറച്ച് ഉള്ളിയും കുറച്ച് തക്കാളിയും ഒരു പച്ചമുളകും കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി നമുക്ക് ഇഞ്ഞത്തേക്ക് ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. നമുക്ക് ഇഞ്ഞത്തോട്ടേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് കറിവേപ്പിലയും ഇതിന് പാകത്തിനുള്ള കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞപ്പൊടി കുറച്ച് കാശ്മീരി ഇട്ട് കൊടുക്കാം. കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം. ചൂടായി പോയിട്ടോ. എടുക്കാം. നമ്മുടെ ഈ മസാലയിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങാപ്പാലും കൂടി വെച്ചിട്ട് ഒന്ന് കുറുക്കിയെടുക്കാം കേട്ടോ. നല്ലൊരു ഗ്രേവി ആയി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതിനെ കോരിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. നമുക്ക് ഈ ഇല കുറച്ചൊന്ന് വാട്ടിയെടുക്കാം കേട്ടോ. ഇല്ലെങ്കിൽ ഇത് നമ്മളെ മീനെ വെച്ചിട്ട് പൊതിയുമ്പോഴേ വാഴല പൊട്ടിപ്പോവും. അതുകൊണ്ട് നമ്മൾ ചെറുതായി ഒന്ന് വാട്ടിയെടുക്കുക. നമുക്ക് നമ്മുടെ ഇലയിൽ ഈ മീനിനെ നമുക്ക് പൊതിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടേ നമുക്ക് നമ്മുടെ ഗ്രേവി ആദ്യം അടിയിൽ ഒരു ലെയറായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. വാഴലിൻ്റെ പുറത്ത്
നമ്മുടെ മീനിനെ നമുക്ക് ഈ ഗ്രേവിൻ്റെ പുറത്തേക്ക് വെച്ച് കൊടുക്കാം. ബാക്കിയുള്ള നമ്മുടെ ഗ്രേവിയും കൂടി നമുക്ക് ഈ മീനിന്റെ പുറത്തേക്ക് വെക്കാം കേട്ടോ. അപ്പം 2-3 കറിവേപ്പിലിന്റെ തണ്ടും കൂടി വെച്ചിട്ടേ നമുക്ക് ഇത് നല്ലപോലെ ഇലയിൽ പൊതിഞ്ഞ് കെട്ടിയെടുക്കാം കേട്ടോ. അപ്പം ഇലയിൽ പൊതിഞ്ഞിട്ട് നമുക്ക് ചട്ടിയിലെ ചെറു ചൂടോടെ ഇത് നമുക്ക് ഒന്ന് ആവി കയറ്റാൻ വേണ്ടി വെക്കാം കേട്ടോ. അപ്പം ഇത് ആവിയെല്ലാം കയറി വന്നു കഴിഞ്ഞാൽ ഇതിന്റെ പരിപാടി നമുക്ക് സെറ്റായി. എന്നിട്ട് നമുക്ക് പൊളിച്ചിട്ടേ എങ്ങനെയുണ്ട് നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തായാലും ഈ വാഴലയിൽ പൊതിഞ്ഞ ഈ സെറ്റപ്പ് നമ്മൾ ആദ്യമായിട്ടാണ് ചെയ്ത് നോക്കുന്നത്. നമ്മളിതുവരെ ചെയ്ത് നോക്കിയിട്ടില്ല. എന്തായാലും ഇതിന്റെ ഈ ഇലേന്റെ ഫ്ലേവറും ഈ മസാലയും എൻ്റെ ഒരു ഇതെല്ലാം കൂടി ഇതിനകത്ത് സെറ്റായിട്ട് പിടിച്ചിട്ടുണ്ടോ നോക്കിയിട്ട് നമുക്കൊന്ന് എടുത്ത് കഴിച്ചു നോക്കാം. ചൂടിട്ടോ. സംഭവം എന്തായാലും ഉഷാറായിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഈ കറിവേപ്പിലേന്റെയും പിന്നെ നമ്മുടെ ആ തേങ്ങാപ്പാൽ ഒഴിച്ചതിന്റെയും നല്ല മീനിന്റെ ഒരു യഥാർത്ഥ ടേസ്റ്റ് പോവാതെ തന്നെ നമുക്ക് ഈ കഴിക്കുമ്പോൾ അതറിയാനുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും നമ്മുടെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമാണെങ്കിലേ നമ്മുടെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ. ഓക്കെ, താങ്ക് യു. ബാക്കി നല്ല കേട്ടോ, സൂപ്പറായിട്ടുണ്ട്. കുറച്ച് തീയും പുകയും വന്നാലെന്താ. സൂപ്പർ, അടിപൊളി.